വലിയ വിജയം കരസ്ഥമാക്കി വിക്രം എന്ന സിനിമ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സിനിമയിലുള്ള പല കാര്യങ്ങളും ഒരു കാലത്ത് മെക്സിക്കോയിലും അരങ്ങേറിയിരുന്നു. സിനിമയിലെ സൂര്യയുടെ കഥാപാത്രമായ റോളക്സിനെ പോലെ അവർക്കുമുണ്ടായിരുന്ന ഒരു നേതാവ്, ജാക്കിൻ എൽ ചാപ്പോ ഗുസ്മാൻ ലോയറ. അതെ, ലോകം ഭയക്കുന്ന എക്കാലത്തെയും ഏറ്റവും ശക്തനായ മയക്കുമരുന്ന് ദൈവം എൽ ചാപ്പോ. വെൽക്കം ബാക്ക് ടു Afworld, AFLU here. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു സന്തോഷ വാർത്ത പറയാണ്ട്. നമ്മളങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടാൻക്യൂബ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നിലവിലിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. നമുക്കറിയാം, യൂട്യൂബിനെ പലരും പല രീതിയിലാണ് കാണുന്നത്. ചില ആളുകൾ അവരുടെ സ്കില്ലുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, മറ്റു ചിലർ അവരുടെ ബിസിനസ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ മറ്റു പല തലങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വേറെ ചിലരാവട്ടെ ഒരു വരുമാനത്തിന് വേണ്ടി യൂട്യൂബിനെ ആശ്രയിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള ചില പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ മാസ വരുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപക്കൊക്കെ മുകളിൽ വരുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ ഇത്തരത്തിലൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതല്ല, നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു, പക്ഷേ ഒരു നല്ലൊരു സക്സസ്സിലേക്കൊന്നും എത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിലൊക്കെ നിങ്ങൾക്കുള്ള ഒരു കോഴ്സാണ് യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മുടെ യൂട്യൂബിൻ്റെ A to Z കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ട യൂട്യൂബേഴ്സ്, പല പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും അവർ യൂട്യൂബിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പൊടിക്കൈകൾ നേരിട്ട് കോഴ്സിലൂടെ നിങ്ങളോട് വന്ന് പറയുന്നുണ്ട്. 6 മാസത്തേക്ക് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടെ തന്നെ എക്സ്പേർട്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന് ചെറിയൊരു ഫീസ് ഉണ്ട്, 999 രൂപയാണ്. പക്ഷേ നമ്മൾ ലോഞ്ച് പ്രമാണിച്ചിട്ട് നമ്മൾ 50% ഓഫിൽ 499 രൂപയ്ക്ക് യൂട്യൂബ് മാസ്റ്റർ ക്ലാസ് എന്ന കോഴ്സ് ഇപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ടാൻക്യൂബ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി വെക്കുക. തീർച്ചയായും കയറിയിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്കിലും തീർച്ചയായും ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ വീട്ടിലോട്ട് പോകാം. 1957 ഏപ്രിൽ മാസം 4-ാം തീയതി മെക്സിക്കോയിലെ സിനലോവിലുള്ള ലാറ്റൂണ എന്ന പേരുള്ള ചെറിയൊരു ഗ്രാമത്തിൽ 9 മക്കളിൽ 4-ാമനായാണ് എൽ ചാപ്പോ എന്ന വ്യക്തി ജനിക്കുന്നത്. ആ ഒരു ഗ്രാമത്തെക്കുറിച്ച് നോക്കുമ്പോൾ തീർത്തും ഒരു ദരിദ്ര ഗ്രാമമായിരുന്നു ലാറ്റൂണ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കൃഷിയായിരുന്നില്ല അത്. പ്രധാനമായും കഞ്ചാവും ഒപ്പിയവുമായിരുന്നു ആ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ കൃഷി ചെയ്തിരുന്നത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഓരോ ദിവസവും അവർ മുമ്പോട്ട് പോയിരുന്നതും. ഇത്തരത്തിൽ തന്നെ എൽ ചാപ്പോയുടെ പിതാവിനും കൃഷി ഉണ്ടായിരുന്നു, ഒപ്പിയമായിരുന്നു അദ്ദേഹം പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. പക്ഷേ കുടുംബത്തെ നോക്കാത്ത, കിട്ടുന്ന പണം മുഴുവനും മദ്യപിച്ച് കളയുന്ന, ബാക്കിയുള്ള പണം കൊണ്ട് വേശ്യാശാലകളിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അതിനാലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെയധികം ദുർഘടം നിറഞ്ഞതായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് തന്നെ എൽ ചാപ്പോ പഠനം ഉപേക്ഷിച്ചിട്ട് അച്ഛൻ്റെ കൂടെ മയക്കുമരുന്ന് കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കൃഷികൾ ആ ഒരു കാലത്ത് മെക്സിക്കോയിലും മറ്റുമെല്ലാം സർവ്വസാധാരണമായിരുന്നു. മാത്രവുമല്ല, തൻ്റെ ഒഴിവുവേളകളിൽ വഴിയോരങ്ങളിലായിട്ട്, തെരുവുകളിലായിട്ട് ഓറഞ്ച് വിൽപ്പനയ്ക്ക് കൂടെ എൽ ചാപ്പോ എന്ന ബാലൻ ആ ഒരു കാലഘട്ടങ്ങളിൽ തന്നെ പോകുമായിരുന്നു. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന പണം കൊണ്ട് അവൻ കൃത്യമായി തന്നെ തൻ്റെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. വർഷങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. ഏറെക്കുറെ 15 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് തന്നെ എൽ ചാപ്പോ തൻ്റെ ചില കസിൻസിനെയും കൂട്ടിയിട്ട് സ്വന്തമായൊരു മയക്കുമരുന്ന് കൃഷി ആരംഭിക്കുകയാണ്. കഞ്ചാവും അതുപോലെ തന്നെ ഒപ്പിയവും എല്ലാമായിരുന്നു പ്രധാനമായും അവരെല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പണവും അദ്ദേഹം പ്രധാനമായും ചിലവഴിച്ചിരുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. വർഷങ്ങൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഈ കാലങ്ങളിലെല്ലാം അച്ഛനുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ എൽ ചാപ്പോ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ ഗത്യന്തരമില്ലാതെ തൻ്റെ വീട്ടിൽ നിന്നും മാറി മുത്തച്ഛൻ്റെ വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ കൂടെ എൽ ചാപ്പോക്ക് വരുന്നുണ്ട്. പിന്നീട് 20-ാമത്തെ വയസ്സെത്തുമ്പോൾ കഞ്ചാവ് ഡീലർ കൂടിയായിട്ടുള്ള തൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് എൽ ചാപ്പോ താമസം മാറുകയാണ്. തൊട്ടടുത്ത ഗ്രാമമായിട്ടുള്ള ബദിരഗുവാട്ടോയിലേക്ക് അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനായിട്ടും മാറ്റിമറിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അവിടം വെച്ചുകൊണ്ട് ഹെക്ടർ ലൂയിസ് പാമ എന്നു പേരുള്ള ആ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മയക്കുമരുന്ന് ഡീലറിലേക്ക്, ഒരു മയക്കുമരുന്ന് ലോഡിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരാൻ ആരംഭിക്കുകയാണ്. ഈ കാലങ്ങളിൽ പ്രധാനമായും അദ്ദേഹം ചെയ്തിരുന്നത് സിനലോവിലെ മയക്കുമരുന്ന് കടത്തിന് നിരീക്ഷിക്കുക എന്നൊരു കാര്യമായിരുന്നു. എങ്കിൽ പോലും ബിസിനസിൻ്റെ കാര്യം വരുമ്പോൾ എൽ ചാപ്പോ വളരെയേറെ കർക്കശക്കാരനും വളരെയേറെ ക്രൂരനുമായിരുന്നു. താൻ പറയുന്ന ആ ഒരു സമയത്ത് കൃത്യമായ
സമയത്ത് എത്തേണ്ടിടത്ത് ആ ഒരു ഡ്രഗ് എത്തിയിട്ടില്ല എങ്കിൽ അത് കൊണ്ടുപോകുന്ന ആളുകളെ നിഷ്കരണം എൽ ചാപ്പോ കൊന്നുകളയുമായിരുന്നു. അതിനാലൊക്കെ തന്നെ പതിയെ പതിയെ എൽ ചാപ്പോയുടെ പ്രശസ്തി വർദ്ധിച്ചു വരികയാണ്, കുപ്രസിദ്ധി വർദ്ധിച്ചു വരികയാണ്. ആളുകൾ പതിയെ എൽ ചാപ്പോയെ ഭയപ്പെട്ടു തുടങ്ങുകയാണ്. 1980 കാലഘട്ടങ്ങളിൽ മെക്സിക്കോയിൽ തന്നെ വളരെയേറെ ശക്തമായിരുന്ന കാർട്ടൽ, മയക്കുമരുന്ന് സംഘം എന്ന് പറയുന്നത് ഗ്വാഡലജാറ കാർട്ടലായിരുന്നു. അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയുടെ ചെവിട്ടിലേക്ക് പോലും, അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ഏഞ്ചൽ ഫെലിക്സ് ഗലർഡോയുടെ ചെവികളിലേക്ക് പോലും ഈ ഒരു എൽ ചാപ്പോയുടെ നാമം പതിയെ വന്ന് പതിക്കുകയാണ്. അങ്ങനെയാണ് എൽ ചാപ്പോയെ ഫെലിക്സ് ഗലർഡോ തൻ്റെ കൂടെ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടുന്നത്. പിന്നീട് പതിയെ പതിയെ പല ബിസിനസ് കാര്യങ്ങളും അദ്ദേഹം എൽ ചാപ്പോയെ ഏൽപ്പിക്കാനും ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഹെക്ടർ ലൂയിസ് പാമയും എൽ ചാപ്പോയും ചേർന്നായിരുന്നു കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിലേക്ക് എത്തുന്ന കൊക്കൈനും മറ്റുമെല്ലാം മറ്റു പലതരത്തിലുള്ള ഡ്രഗുകളുമെല്ലാം നിരീക്ഷിച്ച് നിയന്ത്രിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നോക്കുമ്പോൾ കൊളംബിയയിൽ നിന്നും മെക്സിക്കോ വഴി US-ലേക്ക്, അമേരിക്കയിലേക്ക് പലതരത്തിലുള്ള ഡ്രഗുകളും കടത്തുക എന്നൊരു കാര്യമായിരുന്നു മെക്സിക്കോയിൽ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ, പലതരത്തിലുള്ള കാർട്ടലുകളും പ്രധാനമായും അവിടെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയേറെ കൃത്യതയോടുകൂടി തന്നെ എൽ ചാപ്പോ നിർവഹിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു ചിന്ത വലിയൊരു ഡ്രഗ് ലോഡായി മാറണം, ഒരു മയക്കുമരുന്ന് ദൈവമായി മാറണം എന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഫെലിക്സ് ഗലർഡോയുടെ താഴെയായിരുന്നു എന്നും എൽ ചാപ്പോയുടെ സ്ഥാനം. അങ്ങനെ ഇരിക്കെയാണ് ഫെലിക്സ് ഗലർഡോ എന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ, ആ ഒരു കാർട്ടലിൻ്റെ നേതാവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായി തന്നെ ഈ ഒരു അവസരം എൽ ചാപ്പോ മുതലെടുക്കുകയും ഗലർഡോയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളെയും തൻ്റെ നിയന്ത്രണത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ഹെക്ടർ ലൂയിസ് പാമയെയും അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തായ എൽ മയോയെയും ചേർത്തുകൊണ്ട് സിനലോവ കാർട്ടൽ എന്ന പേരിൽ മറ്റൊരു കാർട്ടലിന്, മറ്റൊരു മയക്കുമരുന്ന് സംഘത്തിന് അദ്ദേഹം രൂപം നൽകുകയും ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ മെക്സിക്കോയിലെ തന്നെ ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് കടത്ത് സംഘമായി ഒരു കാർട്ടലായിട്ട് ഈ ഒരു സിനലോവ കാർട്ടൽ മാറി വരികയാണ്. അത്രയും കാലം കൊളംബിയയിൽ നിന്നുള്ള കൊക്കൈൻ പോലുള്ള പലതരത്തിലുള്ള ഡ്രഗുകളും നേരെ അമേരിക്കയിലേക്ക് എത്തിച്ചു നൽകുന്നതിന് ഒരു ഇടനിലക്കാർ മാത്രമായിട്ടാണ് മെക്സിക്കോയിലെ കാർട്ടലുകൾ പ്രവർത്തിച്ചു വന്നിരുന്നതെങ്കിൽ ആ ഒരു പതിവ് രീതി മുഴുവനായും സിനലോവ കാർട്ടൽ മാറ്റിമറിക്കുകയാണ്. അതിന് പകരമായിട്ട് കൊളംബിയക്കാരിൽ നിന്നും നേരിട്ട് ഇത്തരത്തിൽ പല ഡ്രഗുകളും മേടിച്ചതിന് ശേഷം അത് ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയിലേക്ക് കടത്തുന്ന പ്രവൃത്തികളിൽ സിനലോവ കാർട്ടലും എൽ ചാപ്പോയും ഒരുപോലെ മുന്നിട്ടിറങ്ങുകയാണ്. മാത്രവുമല്ല വൈകാതെ തന്നെ കഞ്ചാവും ഒപ്പിയവും എല്ലാം സ്വന്തമായി കൃഷി ചെയ്യാൻ അവർ ആരംഭിക്കുകയും പലതരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ അവർ നിർമ്മിച്ചെടുക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇതോടുകൂടെ തന്നെ എൽ ചാപ്പോയുടെയും സിനലോവ കാർട്ടലിൻ്റെയും ആസ്തി ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഉയർന്നു വരികയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലായിരുന്നു എൽ ചാപ്പോയും സംഘവും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് അണ്ടർഗ്രൗണ്ട് ടണലുകൾ. അമേരിക്കയുടെയും മെക്സിക്കോയുടെയും അതിർത്തി പ്രദേശത്ത് ഭൂമിക്കടിയിലൂടെ വളരെയേറെ നീളത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി തന്നെ തുരങ്കങ്ങൾ നിർമ്മിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ടൺ കണക്കിന് മയക്കുമരുന്നായിരുന്നു അമേരിക്കയിലേക്ക് എൽ ചാപ്പോയും സംഘവും ഒഴുക്കിയിരുന്നത്. അതിലൂടെ തന്നെ വളരെ വലിയ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. വൈകാതെ തന്നെ പാബ്ലോ എസ്കോബാർ എന്ന മയക്കുമരുന്ന് ദൈവത്തെ പോലും പുറകിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും 5 വൻകരകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയൊരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ എൽ ചാപ്പോയ്ക്ക് സാധിക്കുകയും ചെയ്തു. അതോടുകൂടി തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തമായ മയക്കുമരുന്ന് സംഘത്തിന്റെ നേതാവായി എൽ ചാപ്പോ മാറുകയായിരുന്നു. ഈ കാലങ്ങളിലെല്ലാം അവിടെയുള്ള കാർട്ടലുകൾ തമ്മിൽ, മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിൽ നിരന്തരമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വളരെ വലിയ നഷ്ടങ്ങൾ പലർക്കും സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ സിനലോവ കാർട്ടലിനും പല വലിയ നഷ്ടങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു. എങ്കിൽ പോലും വിജയകരമായി തന്നെ അവരുടെ ജൈത്രയാത്ര അവർ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1993 ജൂൺ മാസം 9-ാം തീയതി എൽ ചാപ്പോ പോലീസ് പിടിയിലാകുന്നത്. പിടിയിലായതിനു ശേഷം 20 വർഷക്കാലത്തെ തടവിനായിരുന്നു കോടതി ശിക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ജയിലിനെ തൻ്റെ സ്വന്തം ഓഫീസാക്കി അദ്ദേഹം മാറ്റുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. അവിടെ ഇരുന്നുകൊണ്ട്, ആ ജയിലിനകത്ത് ഇരുന്നുകൊണ്ട് തൻ്റെ സാമ്രാജ്യത്തെ മുഴുവനായും അദ്ദേഹം നിയന്ത്രിക്കാൻ ആരംഭിച്ചു. അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മുഴുവനും വലിയ തോതിൽ തന്നെ കൈക്കൂലി നൽകിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹം നടപ്പിൽ വരുത്തിയിരുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥേഷ്ടം ആ ഒരു ജയിലിനകത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മെക്സിക്കൻ ഗവൺമെന്റ് എൽ ചാപ്പോയെ അമേരിക്കക്ക് കൈമാറാൻ പോകുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന്
മനസ്സിലാകുന്നത്. ഉടനെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വളരെ കൂളായി തന്നെ ആ ജയിലിൽ നിന്നും എൽ ചാപ്പോ രക്ഷപ്പെടുകയാണ്. പുറത്തിറങ്ങിയതിനു ശേഷം സിനലോവ കാർട്ടലിനെ അദ്ദേഹം വീണ്ടും വളരെയേറെ ശക്തിപ്പെടുത്തുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തനായ മയക്കുമരുന്ന് ദൈവമായി എൽ ചാപ്പോ എന്ന വ്യക്തി മാറുകയാണ്. 2011 കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ മെക്സിക്കോയിലെ തന്നെ ഏറ്റവും വലിയ 10ാമത്തെ സമ്പന്നനായി എൽ ചാപ്പോ നിലകൊള്ളുന്നത് തീർച്ചയായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും പോലീസുകാർ അദ്ദേഹത്തിന് വേണ്ടി നിരന്തരമായി പലതരത്തിലുള്ള അന്വേഷണങ്ങളും തിരച്ചിലുകളും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എൽ ചാപ്പോ നിരന്തരമായി തൻ്റെ താമസ സ്ഥലം മാറ്റി വരുന്നതിനാൽ തന്നെ പോലീസുകാർക്ക് അത്ര പെട്ടെന്നൊന്നും എൽ ചാപ്പോയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും മെക്സിക്കോയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു റോബിൻഹുഡ് ഇമേജ് ആയിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും യഥേഷ്ടം എൽ ചാപ്പോ നൽകി വന്നുകൊണ്ടേയിരുന്നു. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകളും ഹോസ്പിറ്റലും അതുപോലെ മറ്റെല്ലാ ആവശ്യങ്ങളും എൽ ചാപ്പോ നിറവേറ്റി വന്നുകൊണ്ടേയിരുന്നു. കാലം വീണ്ടും ഒരുപാട് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് 5 ഭാര്യമാരും അതിൽ 9 മക്കളും പിറക്കുകയാണ്. ഈ 9 മക്കളിൽ പല ആളുകളും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലേക്ക് മയക്കുമരുന്ന് കടത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പലതരത്തിലുള്ള കാർട്ടലുകളുമായിട്ട് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളും മറ്റുമെല്ലാം നടന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല മക്കളും മരണപ്പെടുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ 2007 അമേരിക്കക്കാരിയായ എമ കോണൽ അസ്പിറോ എന്നൊരു സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുകയാണ്. ആ ഒരു വിവാഹ ബന്ധത്തിൽ അദ്ദേഹത്തിന് 2 ഇരട്ട കുട്ടികളും ജനിക്കുകയുണ്ടായി. പിന്നീട് 2014 അവരെ കാണാൻ വേണ്ടി ചെന്ന അവസരത്തിലായിരുന്നു ഫെബ്രുവരി മാസം 24 രണ്ടാമതും എൽ ചാപ്പോ എന്ന അധോലോക നായകൻ മയക്കുമരുന്ന് ലോഡായിട്ടുള്ള ഒരു വ്യക്തി പിടിക്കപ്പെടുന്നത്. ഈ ഒരു പ്രാവശ്യം മെക്സിക്കോയിൽ തന്നെയുള്ള അതീവ സുരക്ഷകൾ നിറഞ്ഞ 24 മണിക്കൂറും CCTV സർവൈലൻസ് ഉൾപ്പെടെയുള്ള ഒരു ജയിലിനകത്തെ ഒരു സെല്ലിലായിരുന്നു അദ്ദേഹത്തെ അടച്ചു വെച്ചിരുന്നത്. പക്ഷേ കൃത്യം 1 വർഷം പിന്നിടുമ്പോൾ 2015 ജൂലൈ മാസം 15 ആകുമ്പോൾ അദ്ദേഹം ആ ഒരു സെല്ലിൽ നിന്നും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയാണ്. ലോകത്തെ മുഴുവനും ആശ്ചര്യപ്പെടുത്തിയ ഒരു ജയിൽ ചാട്ടമായിരുന്നു ഇത്. സദാ അദ്ദേഹത്തെ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ 24 മണിക്കൂറും CCTV ക്യാമറ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു സെല്ലിൽ നിന്നും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. വിശദമായ അന്വേഷണങ്ങൾ നടത്തിയപ്പോഴാണ് ആ ഒരു സെല്ലിനകത്തെ ബാത്റൂമിനകത്ത് നിന്നും പുറത്തേക്ക് 1.5 കിലോമീറ്റർ നീളുന്ന വലിയൊരു ടണൽ കണ്ടെത്താൻ സാധിക്കുന്നത്. ബാത്റൂമിലെ ആ ഒരു ടണലിനകത്തൂടെ ആ ഒരു തുരങ്കത്തിനകത്തൂടെ ഇറങ്ങിയിട്ടായിരുന്നു എൽ ചാപ്പോ അന്നേ ദിവസം ആ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നത്. വിശദമായി തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എൽ ചാപ്പോയുടെ ലോകത്തെ ഞെട്ടിച്ച ഈ ഒരു ജയിൽ ചാട്ടത്തെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങിയതിനു ശേഷം പിന്നീടുള്ള എൽ ചാപ്പോയുടെ നാളുകൾ അത്ര സുന്ദരമായിരുന്നില്ല. പലതരത്തിലുള്ള ഗാങ് വാറുകളും കാർട്ടലുകൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ആ ഒരു വർഷത്തിൽ തന്നെ 2015 ഒക്ടോബർ മാസത്തിൽ തന്നെ വീണ്ടും മെക്സിക്കൻ പോലീസ് എൽ ചാപ്പോയെ പിടികൂടാൻ വേണ്ടി ഒരു മിന്നൽ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് പോലും വളരെയേറെ സമർത്ഥമായി വിമാനത്തിൽ കയറിക്കൊണ്ട് എൽ ചാപ്പോ രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത കടന്നു വരുന്നത്. എൽ ചാപ്പോയുടെ ജീവിതം വളരെയധികം ദുർഘടം നിറഞ്ഞ എന്നാൽ വളരെയേറെ അതിശയിപ്പിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതിനാലൊക്കെ തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് ലോകം മുഴുവൻ അറിയണമെന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, ഏറ്റവും നല്ല മാർഗം സിനിമയാണ് എന്നുകൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ പലതരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആക്ടേഴ്സിനെയും അദ്ദേഹം നേരിട്ട് ചെന്ന് കാണുകയാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ലീക്ക് ആവുകയായിരുന്നു. അതുവഴി മെക്സിക്കൻ പോലീസിന് എൽ ചാപ്പോയെ കൃത്യമായി തന്നെ ട്രേസ് ചെയ്യാൻ സാധിക്കുകയും 2016 ജനുവരി മാസം 8 അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അദ്ദേഹത്തെ പിടികൂടാൻ പോലീസുകാർക്ക് കഴിയുകയും ചെയ്തു. ഈ ഒരു അവസരത്തിലും ആ ഒരു വീട്ടിനകത്തുണ്ടായിരുന്ന ടണലിലൂടെ രക്ഷപ്പെടാൻ, തുരങ്കത്തിലൂടെ രക്ഷപ്പെടാൻ എൽ ചാപ്പോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോലീസുകാരുടെ കൃത്യമായ ഇടപെടൽ കാരണം ഈ ഒരു പ്രാവശ്യം എൽ ചാപ്പോയെ പിടികൂടാൻ അവർക്ക് സാധിക്കുകയാണ്. ഈ ഒരു പ്രാവശ്യം കോടതി അദ്ദേഹത്തിന് വിധിച്ചത് ജീവപര്യന്തം തടവിനോടൊപ്പം തന്നെ മറ്റൊരു 30 വർഷം കൂടെ തടവായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം അത്രയും കാലം ഭയന്ന ഒരു കാര്യം കൂടെ 2017 ജനുവരി മാസം 19 നടക്കുകയാണ്. മെക്സിക്കൻ ഗവൺമെന്റ് എൽ ചാപ്പോ
ചാപ്പോയെ അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എൽ ചാപ്പോ എന്ന വ്യക്തി അമേരിക്കയുടെ ജയിലുകൾക്കകത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു എൽ ചാപ്പോ എന്ന് പറയുന്നത്. 34,000-ഓളം വരുന്ന കൊലപാതകങ്ങൾ അദ്ദേഹം നേരിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. അതോടുകൂടി തന്നെ ഇന്നും അദ്ദേഹത്തിന്റെ ആസ്തി നോക്കുമ്പോൾ അത് 30,000 കോടിക്ക് മുകളിൽ വരുമെന്നാണ് പറയുന്നത്. വളരെയേറെ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു എൽ ചാപ്പോ എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും മെക്സിക്കോക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ അവരുടെ മനസ്സുകൾക്കുള്ളിൽ ഇന്നും എൽ ചാപ്പോയ്ക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് അവർ കൽപ്പിച്ച് നൽകുന്നത്. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ അതിൻ്റെ ഒക്കെയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നു. എൽ ചാപ്പോയുടെ ജീവിതവുമായി വിക്രം എന്ന സിനിമയിലെ സൂര്യയുടെ കഥാപാത്രമായ റോളക്സിന് പലതരത്തിലുള്ള സാമ്യതകളും ഉണ്ട് എന്ന് തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. മുമ്പേ 2 തവണ വളരെ സമർത്ഥമായി തന്നെ ജയിൽ ചാടിയ എൽ ചാപ്പോ ഈ ഒരു പ്രാവശ്യം അമേരിക്കയുടെ ജയിലുകൾക്കകത്തു നിന്നും ചാടി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തീർച്ചയായും ഇല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആപ്പിൻ്റെയും അതേപോലെ തന്നെ കോഴ്സിൻ്റെയും കാര്യം മറക്കണ്ട. ഇപ്പോൾ ഏതായാലും 50% ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നല്ല ഒരുപാട് അധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.